Watch full episodes on Jio Hotstar. പാട്ട് കേട്ട് ചെവി പോവുമല്ലോ. ഇവിടുന്ന് പോവാ നമുക്ക്. എന്തായാലും വെള്ളത്തിനടിയിലേക്ക് പോവാം. ഞാനാണ് മിസ്റ്റർ ബാങ്കഡ. ഞാൻ നല്ലവണ്ണം ഡാൻസും ചെയ്യും. ഞാൻ കൊമേഡിയൻ അല്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനാകെ ചൂടാവും. എന്റെ റോബോട്ട് മുതലുകളെ വിളിപ്പിച്ച് ഇയാളെ ഇവിടെ ഓടിപ്പിക്കണം. കാരണം മറ്റുള്ളവരാരും ഇത് കണ്ട് പിക്നിക് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ രഹസ്യം പൊളിയാതിരിക്കുകയുള്ളൂ. എന്നെ പിടിക്ക്. കൈ വേദനിക്കുന്നു. എന്നെ ഒന്ന് പൊക്ക, അല്ലെങ്കിൽ ഞാൻ താഴെ വീഴും. ശിവ, എന്റെ ഹാർമോണിയം. ഈ കുട്ടി ഭയങ്കര അതിശയമാണല്ലോ. ഈ കുട്ടി ഭയങ്കര ധൈര്യശാലിയാണല്ലോ. ഇവരെ ഇപ്പൊ ശരിയാക്കണം. എന്ത്? ഇത് വൃത്തിയാക്കി കഴിഞ്ഞു. ഈ വൈരം എന്തൊരു തിളക്കമാണ്. ഇതെന്റെ ഡയമണ്ട് ആണ്. അതെ ബോസ്, ഇത് ബോസിന്റെ തന്നെയാണ്. ഇതാ, ഇതിൽ ഒരുപാടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്കറിയോ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ പതിഞ്ഞു കിടന്ന പ്രതിഭകളാണ് ഈ കാണുന്നതൊക്കെ. ഇതിനെ കുറിച്ചുള്ള വിവരം ആർക്കും അറിയില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന്റെ വില കോടികളെക്കാളും അമൂല്യ വിലയാണ്. നമുക്കെല്ലാവർക്കും മറവികളെക്കാളും കോടീശ്വരന്മാരാവാം.
ഞാനാണ് മിസ്റ്റർ ബാങ്കിട. എനിക്ക് നല്ലവണ്ണം ബാങ്കിട അറിയാം. ഓ ബല്ലേ, ബല്ലേ. മര്യാദയ്ക്ക് നിൽക്ക്. ഞാനാള് മഹാ ചൂടാണറിയോ? ഡാമിൽ മുതലയോ? എന്റെ പള്ളിയിൽ മുതല വന്നെന്നോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ മുതലകൾ വന്നു കഴിഞ്ഞാൽ അവയോട് മീനുകൾ പറയും, മുതല എങ്ങോട്ട് വരല്ലേ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വന്ന് പിടിക്കുന്ന്. അവരപ്പ തന്നെ ഓടിപ്പോകും. ഡോണ്ട് വരി ശിവ, ഞാൻ നോക്കിക്കോളാം. അവ എവിടുന്നാ വന്നത്, എന്തിനാ വന്നാന്ന് ഔറ്റങ്ങളെ കാര്യങ്ങളൊക്കെ തപ്പിയെടുത്ത് ഔറ്റങ്ങളെ കയ്യോടെ പിടിച്ച് ദൂരെയുള്ള പുഴയിലേക്ക് ഞാൻ എറിയും. താങ്ക് യു വെരി മച്ച് ലഡു സിംഗ് സർ. സർ, അവിടെ ഒരു ബോർഡ് വെച്ചേക്കൂ. ആ ഭാഗത്ത് ആരും പിക്നിക്കിന് വരാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ വരുന്നവരുടെ ജീവൻ അപകടത്തിലാകും. അത് വേണ്ടി വരില്ല, അങ്ങനൊന്നും സംഭവിക്കില്ലെന്നേ. നമ്മളോടൊപ്പം സാറുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ പേര് വെറുതെ ഫേമസ് ആയത്. ആരവരൊക്കെ? ബോസ്, ഇയാൾ ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്നാ പേര്. അങ്ങനെയാണോ? ചിലപ്പോ മുതലേ അന്വേഷിച്ചു വന്നതായിരിക്കാം. ഒക്ടോപസിനെ അയക്കൂ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട പേടാറാം. ഇടയ്ക്ക് വെച്ച് എന്ത് വന്നാലും ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പേടാറാം, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പക്ഷെ ശിവ നമ്മളോട് പറഞ്ഞതാണല്ലോ. എന്നെ വിട്, എന്നെ വിട്. നീ എന്തിനാ വെറുതെ എന്റെ പുറകെ വരുന്നേ? അതൊക്കെ പോലീസുകാരുടെ പണിയല്ലേ. ഇനി ഇവിടെ ആരും വരില്ല. ഇനി നമ്മുടെ ജോലി സമാധാനമായി ചെയ്യാം. എന്റെ രഹസ്യം ഒരുത്തനും അറിയാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ മുതല വരുന്നു, ചിലപ്പോ ഓക്ടോപസ് വരുന്നു. ഇതിനു മുമ്പ് ഈ ഡാമിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. എന്തോ ഒന്നുണ്ട്, അത് വേണം കണ്ടുപിടിക്കാൻ. ലഡു സിംഗ് സർ, ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ജലത്തിന്റെ അടിയിൽ പെട്രോളിങ്ങിന് ഒന്ന് പോകണം. അതായത് ചിലപ്പോ നിങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങളൊക്കെ പോയി അന്വേഷിക്കാം. വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് പോകണ്ട. ഒരുമിച്ച്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകാം. ഇനി എങ്ങോട്ട് പോവാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പോയാ മതി. ശരി, എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഈ കുട്ടി വീണ്ടും വന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ബോസിനെ വിളിച്ച് കാര്യം പറയാം. ആരാ? ആ കുട്ടി വീണ്ടും വന്നിരിക്കുന്നു. അവൻ എന്താ ചെയ്യണ്ടേ? എന്താ ഈ പറയുന്നേ? ഷാർക്കിനെ അയച്ച് അവരെ ഇല്ലാതാക്ക്. ഞാൻ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തോളാം. ഇന്നാരും രക്ഷപ്പെടില്ല. ഈ ബാങ്കടയോടെ കളിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവരും ഒന്നറിയട്ടെ. ഞാൻ ബാങ്കട ചെയ്യുമല്ലോ. ഞാൻ കോമഡിക്കാരനല്ല. ദേഷ്യം വന്നാൽ ഞാൻ ആള് ചൂടനായി മാറും. നിങ്ങൾ എല്ലാവരും ഒരു വശത്തേക്ക് പോകൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശിവ, നിന്റെ ലൈറ്റ് കണ്ടിട്ട് അത് നേരെ ഇവിടേക്കായിരിക്കും വരിക. വേഗം പോ നോക്ക്. നോക്ക് രേവ, ഈ ഷാർക്ക് റോബോട്ട് ആണ്. എന്ത് റോബോട്ടോ? അപ്പൊ അതിന്റെ അർത്ഥം വേറെ ആരോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നല്ലേ? അല്ല, അത് നേരെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. രക്ഷിക്കൂ ശിവ, രക്ഷിക്കൂ. ഷാർക്കിന്റെ കണ്ണില് ക്യാമറ ഉണ്ടായിരുന്നു. അത് ബ്ലോക്ക് ആയി പോയി. എന്താ ചെയ്യാ?
എനിക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാനാവില്ല. ഈ ചെക്കൻ വല്ലാത്തൊരു തലവേദനയാണല്ലോ. ഷാർക്കിനെ കണ്ടാൽ ഏത് കുട്ടികളാ പേടിച്ച് വിറയ്ക്കാത്തത്? അവൻ വല്ല പ്ലാനറ്റിൽ നിന്ന് വന്നതായിരിക്കും, ഭൂമിയിൽ ജനിച്ചവനല്ല. ഏയ്, ഷാർക്കിനെ പിടിച്ചോണ്ട് പോകുന്ന കണ്ടോ നീ? തവളയെ പിടിക്കുന്ന പോലെ. ഞാൻ ആ ചെറുക്കനെ വെറുതെ വിടില്ല. കാറ് ലേക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ബോസ് അപ്പൊ അവരൊക്കെ കാണില്ലേ? അത് തന്നെയാണോ ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും എന്റെ പുറകെ വരുമ്പോൾ എല്ലാത്തിനെയും ട്രാപ്പ് ചെയ്ത് ഒന്ന് ചില്ലാതാക്കാനാണ് എന്റെ പരിപാടി. ഇവരുടെ കഥ കഴിഞ്ഞാൽ പിന്നെ എന്റെ രഹസ്യം ആർക്കും മനസ്സിലാക്കാനാവില്ലല്ലോ. നീ ഇതിനെ പിടിച്ചു അല്ലേ? വളരെ നന്നായി ശിവ, നീ വന്നത് നന്നായി. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് പിടിച്ചേനെ. സാർ, ഇനി ബാക്കി ഓക്ടോപ്പസ് മുതലയൊക്കെ ഉണ്ട്. സാറ് വേഗം ചെന്ന് അവയെ പിടികൂടൂ. ഓ, അവറ്റുകളുടെ കാര്യം ഞാൻ മറന്നേ പോയി. ഓക്കേ സർ, ഇത് റോബോട്ടാണ്, ശരിക്കുള്ളതല്ല. വേറെ ആരോ ദൂരെ നിന്ന് ഇതിനെ ഇവിടേക്ക് അയക്കുന്നുണ്ട്. കാരണം നമ്മൾ ലേക്കിന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ശിവ, ഞാൻ വെള്ളത്തിന്റെ അകത്തേക്ക് ഒരു കാർ പോകുന്നത് കണ്ടു. വരൂ, ചിലപ്പോ അവരായിരിക്കും. കാർ വെള്ളത്തിൽ പോയെന്നോ? അപ്പൊ അതിന്റെ അർത്ഥം അണ്ടർഗ്രൗണ്ടിൽ എന്തോ നടക്കുന്നുണ്ട്. വരൂ, നമുക്ക് നോക്കാം. ഓൾ ഈസ് ക്ലിയർ ശിവ, നമുക്ക് വേഗം പോവാം. വെൽക്കം മൈ ഫ്രണ്ട്സ്, വെൽക്കം. ഒളിച്ചു നിന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വരൂ, അയാൾ നമ്മളെ കണ്ടിരിക്കുന്നു. എന്റെ പേരാണ് ബാങ്കട. എനിക്ക് ബാങ്കട വളരെ ഇഷ്ടമാണ്. ഞാൻ കോമഡിക്കാരനല്ല. ദേഷ്യം വന്നാൽ വളരെ ചൂടനാണ്. അതെ, ഞാനും കോമഡിക്കാരനല്ല. എനിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ചൂടാകും. മനസ്സിലാവുന്നുണ്ടോ? യു ആർ അണ്ടർ അറസ്റ്റ്. അങ്കിൾ, ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? നിങ്ങൾ ആരാന്ന് പറയൂ. പറയാം, ഞാൻ പറയാതിരിക്കില്ല. ഇത് ബസാഡോ സിവിലൈസേഷൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു പോയി. ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ എന്റെ പ്രയത്നം കൊണ്ട് ഞാനിത് മനസ്സിലാക്കി. ആരും അറിയാതെ രഹസ്യമായി ഞാൻ എന്റെ ജോലി ഇവിടെ തുടർന്നു. ഈ പ്രതിമകളൊക്കെ കാണുന്നുണ്ടോ? നോക്കിക്കേ, കോടിക്കണക്കിന് അറബി പണം കിട്ടുന്നതാ ഇതൊക്കെ. പക്ഷേ ഇതൊന്നും നിങ്ങളുടേതല്ല. ഇത് വേദ സിറ്റിയുടെ അവകാശമാണ്. കയ്യിൽ തൂക്കുള്ളവന് മാത്രമേ അവകാശമുള്ളൂ എന്നറിയില്ലേ? നീ മിടുക്കനാണ്, ഭയങ്കര ബുദ്ധിശാലിയും ഭയങ്കര ധൈര്യശാലിയുമാണ് നീ. എന്തായാലും നീ ഇവിടെ എത്തി. പക്ഷെ ഇവിടുന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവനെ കൊല്ലുന്നതിന് പകരം പ്രതിഭകളെ തകർക്കല്ലടോ. എന്നവരെ പിടിക്കേ. ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ വെച്ച കുട്ടികളോട് തല്ലുകൂടിയാൽ ശരിയാവില്ല. വെള്ളത്തിൽ ചെന്നാലും ശരിയാവും. വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ നീ നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിനക്ക് എന്റെ ഒപ്പം വെള്ളത്തിൽ ഫൈറ്റ് ചെയ്യാനാവില്ല. എന്താ ഒരു കൈ നോക്കുന്നോ? അങ്കിൾ, എനിക്ക് എവിടെ ആയാലും പ്രശ്നമല്ല, ഞാൻ ഫൈറ്റ് ചെയ്യും.
ശരിക്കും ആരാണ്? ഇയാൾ പകുതി മനുഷ്യനും പകുതി മത്സ്യമാണെന്ന് തോന്നുന്നത്. ശരിക്കും ഇയാൾ അപകടകാരി തന്നെയാണ്. വരണം മിസ്റ്റർ ബാങ്കട. നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഞാൻ എന്തോന്ന് വാങ്ങണ ചെയ്യാനാ? അവനാണ് വാങ്ങണ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ജയിലിലേക്ക് കൊണ്ടുപോ. ഇനി അവന്റെ ഇടി കൊള്ളാനുള്ള ശക്തി എനിക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.